നമ്മളിന്ന് ഗിന്നസ് ബിയറില്ലേ, ഗിന്നസ് ബിയറിന്റെ മുന്നേ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഗിന്നസ് ഡ്രൗട്ട് സ്റ്റൗട്ട് കണ്ടോ, ഇത് അയർലൻഡിന്റെ ഒരു ബിയറാണിത്. ഇതിന്റെ ഒരു ഇത് കണ്ടോ, ഇതിന്റെ ലോഗോ കണ്ടില്ലേ, ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ഗിത്താറൊക്കെ പോലത്തെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇത്. അവരുടെ അയർലൻഡിന്റെ ഒരു അവിടുത്തെ അവരുടെ ഇതില് ഒഫീഷ്യൽ ഇൻസ്ട്രുമെന്റ് ലോഗോ എല്ലാം ഈ ഇത് മെൻഷൻ ചെയ്തത്. ഇതിൻ്റെ ഒരു റിവേഴ്സ് ഇതാണ്. ഈ ഗിന്നസ് എന്നുള്ള പേര് തന്നെ നമ്മളെ ഗിന്നസ് റെക്കോർഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൽ നിന്ന് വന്നതാണ്. അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും അതിൻ്റെ ഡീറ്റെയിൽ. ഇനി ഈ ബീറിനെ പറ്റി പറയാം. ഈ ബീർ എന്ന് പറഞ്ഞാൽ 1789 ഇത് എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത്. ഇത് വെറും 4.5% ഉള്ള ആൽക്കഹോൾ വോളിയം. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അയർലൻഡിലെ ബാർലി എബൌട്ട് 230 ഡിഗ്രിയിൽ ഹീറ്റ് ചെയ്തിട്ട് ബാർലി റോസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് അത് പൗഡറാക്കി അത് സോക്ക് ചെയ്ത് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ബീറാണിത്. പിന്നെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളറായിട്ട് വരും. ഇഞ്ചൊന്നും മിണ്ടാതിരുന്നാണ് ഇഞ്ചോ, പ്ലീസ് ഒരു വീഡിയോ ചെയ്യട്ടോ ഇഞ്ചോ അച്ഛൻ. ഇഞ്ച് സ്റ്റോപ്പ് പ്ലീസ്. പിന്നെ നമ്മൾ ഈ ബീർ എന്ന് പറഞ്ഞാൽ ഇതില് സാധാ എല്ലാ ബീറിലും കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും മിക്സ് ചെയ്തേക്കണേ അതിൻ്റെ ഗ്യാസിന് വേണ്ടിയിട്ട്. ഈ ബീറിൽ നൈട്രജൻ ഡയറക്റ്റ് അല്ല, ഇതിനുള്ളിലൊരു ബോൾ കൊണ്ട് പ്ലാസ്റ്റിക് ബോൾ ഉണ്ട്, അതിൽ നൈട്രജൻ ഫില്ല് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് അത് എക്സ്പാൻഡ് ആവുക, അപ്പോഴാണ് അത് ആ ഗ്യാസ് വരുന്നത്. പിന്നെ ഇത് കുറച്ച് ഇതിൻ്റെ മുകളിൽ ഇത് ഗ്ലാസ്സിൽ ഒഴിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ കാപ്പി പോലെ ആയിരിക്കും, അതിൻ്റെ മുകളിൽ കുറച്ച് ഇങ്ങനെ ഫോം ആയിട്ട് നിൽക്കും. അങ്ങനെ അതിൻ്റെ ഒരു ഇത് നമ്മളിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കാണിച്ചു തരാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണിച്ചു തരാം എങ്ങനെയായിരിക്കും അതിൻ്റെ അവസ്ഥ. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ നൈട്രജൻ പൊന്തി വരും പെട്ടെന്ന് അതിൻ്റെ ഗ്യാസ് ഉണ്ടോ. ആ ഗ്യാസ് എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കാണിക്കാം. നമ്മൾ മറ്റേ ബീറുകൾ ഒഴിക്കുന്ന മാതിരി ഇങ്ങനെ ചെരിച്ചൊന്നും പിടിച്ചൊഴിക്കണ്ട കേട്ടോ, ഗ്ലാസ് ചെരിച്ചൊന്നും പിടിച്ചൊഴിക്കണ്ട, നേരെ അങ്ങനെ കുത്തന്നെ നേരിട്ട് ഒഴിക്കാം. അങ്ങനെ കാർബൺ ഡയോക്സൈഡ് അല്ല, ഇല്ല അങ്ങനത്തെ ഗ്യാസ് അല്ല ഇത്. പിന്നെ പതന ഒരു കുറച്ച് തിക്കായിട്ടുള്ള ബീറാണിത്. ആ പതം നിൽക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അടിയിൽ കണ്ട ഒരു ലെയർ പിന്നെ കാപ്പി പോലെ ഫോം ചെയ്യും, മുകളിലേക്ക് ഇങ്ങനെ പതം ഇങ്ങനെ വൈറ്റ് കളറായിട്ട് നിൽക്കും കണ്ടില്ലേ. പിന്നെ ലെയറായിട്ട് കണ്ടില്ലേ. ഇത് കളർ കണ്ടില്ലേ, ഭയങ്കര ഡാർക്കാണ്. റമ്മൊന്നല്ല, റമ്മിൻ്റെ കളറൊന്നുമല്ല, അതിലപ്പുറത്തൊരു കളറാണിത്. നല്ല ഡാർക്ക്, ശരിക്കും കട്ടൻ കാപ്പിയുടെ ഒരു കളറാണ്. പക്ഷെ ഇത് നല്ല ബാർലിയാണ് കേട്ടോ. ബാർലി റോസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എടുക്കുന്ന ഒരു ബീറാണിത്, പ്രത്യേക ബീറാണിത്. അതിൻ്റേതായ ഒരു ക്വാളിറ്റിയും ഗുണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്കിത് ഇതിൻ്റെ കുടിച്ച് കഴിഞ്ഞിട്ട് ഈ ബോട്ടിൽ നമുക്ക് ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരു ബോളുണ്ട്, വൈറ്റ് ബോൾ കാണുന്നു. അപ്പോൾ നമ്മൾ ആ ബോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ടിന്നൊന്ന് കട്ട് ചെയ്യാണ്. കിച്ചണിൽ വന്നിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നൈട്രജൻ ഫില്ല് ചെയ്യുന്ന ബോൾ കാണാം. അപ്പോൾ ഗിന്നസ് ബിയറിനെ പറ്റി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയുകയാണെങ്കിൽ ഇതിലൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.